ബദൽ വിദ്യാഭ്യാസ കേന്ദ്രമായ വയനാട്ടിലെ കനവിലൂടെയാണ് കെ.ജെ. ബേബി ശ്രദ്ധേയനാവുന്നത്. ഗോത്രജീവിതങ്ങളുടെ സർഗാത്മകതയോട് സഹാനുഭൂതിയോടെ ഒപ്പം നിൽക്കാൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നാട് എൻ വീട് വയനാട്, കൂട് എൻ മേട് വയനാട്, വയനാട് 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 വയനാട്. കനവ് ബേബി മടങ്ങി. ജീവിച്ചിരുന്ന കാലത്തെ രാഷ്ട്രീയ ഭരിതവും അർത്ഥപൂർണമാക്കാനും ശ്രമിച്ച് സ്വയം മടങ്ങി. യാഥാസ്ഥിതിക സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് മാറി നടന്ന് നവീകരണ ആശയങ്ങളുമായി സഞ്ചരിക്കാൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു. കനവെന്ന പരിഷ്കരണ ശ്രമം വിമർശനം നേരിട്ടപ്പോഴും സർഗാത്മക ഗോത്രജീവിതത്തെ ആത്മാർത്ഥമായും വേറിട്ട കാഴ്ചയിലൂടെയല്ലാതെയും ആത്മാഭിമാനത്തോടെ ഉയർത്താൻ ശ്രമിച്ച ശ്രമങ്ങൾ നമ്മൾ അധികം കണ്ടിട്ടില്ലായിരുന്നു. നാടുഗതിക എന്ന നാടകവുമായി കേരളം മുഴുവൻ സഞ്ചരിച്ച് കലയുടെ രാഷ്ട്രീയ പ്രവർത്തനം കൂടി കെ.ജെ. ബേബി നടത്തി. കാലത്തോട് സംവദിച്ച് അത് നാടകവേദിയെ ഭാവിയിലേക്ക് ചലിപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ പേരിൽ നിയമ നടപടിയും നേരിട്ടു. ആദിവാസികൾ സ്വയം അവരുടെ ജീവിതകഥ പറയുന്ന ഒരു കലാരൂപം ഉണ്ടാവുന്നത് നാടുഗതികയോടുകൂടിയാണ്. അപ്പോൾ ബേബിയുടെ ഈ നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അക്കാലത്ത് അരങ്ങേറുകയുണ്ടായി. നാടകത്തിൽ നിന്ന് ആ രാഷ്ട്രീയ ഭൂപടം നീണ്ടതാണ് മാവേലി മൺറം എന്ന നോവൽ. സാഹിത്യമെഴുത്തിലെ പുതിയ പ്രദേശങ്ങൾ അത് തുറന്നു. 1994 കേരള സാഹിത്യ അക്കാദമി അവാർഡും ഈ നോവലിന് ലഭിച്ചു. 1994 തന്നെയാണ് ബദൽ വിദ്യാഭ്യാസ കേന്ദ്രമായ കനവ് ബേബി ആരംഭിക്കുന്നത്. 2006 കനവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും അവിടെ പഠിച്ച മുതിർന്ന കുട്ടികളെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. കനവിലും ജീവിതത്തിലുമൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ ഷേർലിയുടെ വിയോഗം അദ്ദേഹത്തെ അഗാധ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. കനവിലെ കുട്ടികളോട് പറയാനുള്ളത് എഴുതിവെച്ചാണ് മടക്കം. സർഗാത്മകമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു കെ.ജെ. ബേബിയുടേത്. അതിനാൽ തന്നെ മരണശേഷം ബേബി ഒരോർമ്മ മാത്രമായിരിക്കില്ല. സിനിമ കണ്ടും പാട്ടുപാടിയും കഥ പറഞ്ഞും പുതിയ സ്വപ്നങ്ങളിലേക്ക് നടന്ന കുറേ മനുഷ്യരും ഇക്കാലവും അയാളെ ഓർമ്മിച്ചു വെക്കും. അനൂപ് കയാർ, കൈരളി ന്യൂസ്, വയനാട്.